മാലാഖയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുകയോ ആ കുളത്തിൽ ഇറങ്ങാൻ വേണ്ടി തിക്കും തിരക്കും പിടിക്കുകയോ ഒന്നും അയാൾക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. യേശുവിൻ്റെ വഴിയിൽ നിങ്ങൾ വരുമ്പോൾ, യേശുവിനെ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള വ്യത്യസ്തമായ രക്ഷകളും വ്യത്യസ്തമായ സൗഖ്യങ്ങളും നിങ്ങൾ കാണാൻ തുടങ്ങും. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞ ഉത്തരം തൻ്റെ നിസ്സഹായതയെക്കുറിച്ചായിരുന്നു. പക്ഷേ അയാൾ പറഞ്ഞ ആ ഉത്തരം, ആ നിസ്സഹായതയൊക്കെ യേശുവിന് ഓൾറെഡി അറിയാവുന്നതായിരുന്നു. അയാൾ 38 വർഷമായിട്ട് ആ ബേത്ശേദ കുളത്തിൻ്റെ കരയിൽ സൗഖ്യത്തിനായിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നുവെന്നും അയാളെ ആ കുളത്തിനരികിൽ മാലാഖ കുളം കലക്കുമ്പോൾ സൗഖ്യത്തിനായിട്ട് ആ കുളത്തിലോട്ട് ഇറക്കാൻ ആരുമില്ല എന്നും യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതായിരുന്നു. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യത്തിൽ കൂടി യേശു പറഞ്ഞത്, നിന്നെ സൗഖ്യമാക്കാൻ എനിക്ക് മനസ്സുണ്ട് എന്നതായിരുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളും എന്തൊക്കെയോ തരത്തിലുള്ള രക്ഷയും സൗഖ്യവും ഒക്കെ കാംക്ഷിച്ച് കിടക്കുന്നവരായിരിക്കും. ഒരുപാട് വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. യേശു നിങ്ങളോട് ചോദിക്കുകയാണ്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? രക്ഷപ്പെടാൻ നിനക്ക് മനസ്സുണ്ടോ? എൻ്റെ രക്ഷ കാണാൻ നിനക്ക് മനസ്സുണ്ടോ? യേശുവിനോട് ഉത്തരം പറയുന്നത് നിങ്ങളുടെ പരാധീനതകളും നിസ്സഹായതകളുമല്ല. അത് എല്ലാം യേശു അറിയുന്നുണ്ട്. നിങ്ങൾ പറയേണ്ടത് ഇത്രമാത്രം, നീ എൻ്റെ സൗഖ്യദാതാവാണെന്ന് ഞാൻ അറിയുന്നു, നീ എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ അറിയുന്നു, നിന്റെ രക്ഷ എന്നെ കാണിക്കണമേ എന്നത് തന്നെയായിരിക്കട്ടെ നിങ്ങൾക്ക് യേശുവിനോട് പറയാനുള്ളത്. ഇതിനുശേഷം യേശു പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക. 38 വർഷം അയാൾ കണ്ടത് മാലാഖ വന്ന് കുളം കലക്കാൻ വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. ആ മാലാഖ വന്ന് കുളം കലക്കുമ്പോഴത്തേക്കിന് ഒരുപാട് പേരുണ്ടായിരുന്നായിരിക്കണം ഒരുപക്ഷെ ആ കുളത്തിൽ ആദ്യം ഇറങ്ങിയ രക്ഷ പ്രാപിക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് 38 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്ന അയാൾ കണ്ടത് വലിയ തരത്തിലെ ഒരു അൺകൺവെൻഷണൽ രക്ഷയായിരുന്നു. യേശുക്രിസ്തു വെറും സിമ്പിളായിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക. മാലാഖയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുകയോ ആ കുളത്തിൽ ഇറങ്ങാൻ വേണ്ടി തിക്കും തിരക്കും പിടിക്കുകയോ ഒന്നും അയാൾക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. യേശുവിൻ്റെ വഴിയിൽ നിങ്ങൾ വരുമ്പോൾ, യേശുവിനെ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള വ്യത്യസ്തമായ രക്ഷകളും വ്യത്യസ്തമായ സൗഖ്യങ്ങളും നിങ്ങൾ കാണാൻ തുടങ്ങും. Come fall in love with the word of God and fall in love with Jesus.